നമസ്തേ, എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഹാരാഷ്ട്ര വിഭവമാണ്. അതായത് നമ്മൾ മൂങ് ദാലും അതുപോലെ തന്നെ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കണ ബിരിയാണി റൈസ് ഇല്ല, അതും പിന്നെ വെജിറ്റബിൾസും വെച്ചിട്ടൊരു കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കിച്ചടിയാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് എൻ്റെ ചേച്ചി, അതായത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ് ഉണ്ടാക്കണത്. ചേച്ചി മുഖം കാണിക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ചേച്ചി സൂപ്പർ കുക്കാണ്, എൻ്റെ ഗുരുവാണ്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ ചേച്ചി ഉണ്ടാക്കണത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നെയ്യ് കുറച്ച് ഒഴിച്ചു ഒരു കുക്കറിൽ. അതിനുശേഷം കുറച്ച് നമ്മുടെ ജീരകം ഇട്ടു. ജീരകത്തിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. വെളുത്തുള്ളി ഇട്ടു. ഇത്ര ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ, ടൊമാറ്റോ, പച്ച കപ്പലണ്ടി, പിന്നെ ഇത് ഫ്രോസൺ ഗ്രീൻ പീസ്, സവാള, ക്യാരറ്റ് കേട്ടോ. ഇപ്പം ഇട്ടേക്കണത് വെളുത്തുള്ളിയാണ് കേട്ടോ. അതിട്ടിട്ടൊന്ന് വഴറ്റുകയാണേ. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കണേ ഉള്ളൂ എന്ന് ചേച്ചി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. എന്താ, സവാള ഇട്ടു, അത് ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് ഇത് നമ്മൾ കുക്കറിൽ തന്നെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കണ്ട. ഇതിൽ നമ്മൾ റൈസും എല്ലാം ഇട്ട് ഉണ്ടാക്കണ ഒരു വെജിറ്റബിൾ കിച്ചടി. അപ്പോൾ നമുക്ക് കൂട്ടാൻ്റെയോ ഒന്നും ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പോൾ സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ പാത്രത്തിൽ കാണിച്ചു തന്നില്ലേ, അതിലുള്ള ഓരോ ഐറ്റംസ് ആയിട്ട് ഇടുകയാണ് കേട്ടോ. ഇപ്പോൾ ക്യാരറ്റ് ഇട്ടു, ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കണം. പൊട്ടറ്റോ ഇട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഫ്രോസൺ ഗ്രീൻ പീസ് ഇട്ടു, കണ്ടില്ലേ. പിന്നെ പച്ചക്കപ്പലണ്ടിയാണ് കേട്ടോ ഇടുന്നത്. പച്ചക്കപ്പലണ്ടി ഇട്ടു. അപ്പം അതെല്ലാം ഫ്രൈ ആവുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. നല്ലോണം ഒന്ന് ഫ്രൈ ആക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിൽ നമ്മൾ മസാലകൾ ചേർത്തിട്ട്, അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇപ്പം ഇതൊന്ന് വഴറ്റട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇനി ഇതേ ചേച്ചി രണ്ടാമത് തക്കാളിയാണ് കേട്ടോ ഇടുന്നത്. ചേച്ചി മുഖം കാണിക്കാൻ സമ്മതിക്കുന്നില്ല, അല്ല ഞാൻ കാണിച്ചു തന്നെ. അപ്പോൾ കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം തക്കാളി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റുകയാണ്. അതിന് ശേഷം വേണം മസാലകൾ. അപ്പോൾ ഞാനത് ഓരോന്നോരോന്നായിട്ട് പറയാം കേട്ടോ. നല്ല അടിപൊളി പ്രിപ്പറേഷനാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാരണം ഇന്ന് ഞങ്ങളിത് ഉണ്ടാക്കണത് എന്താണെന്ന് വെച്ചാൽ, ചോറുണ്ടാക്കുകയാണെങ്കിൽ കൂട്ടാനുണ്ടാക്കണം, മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. ഞങ്ങളൊരു ഫിലിമിന് ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കാണ്. അപ്പോൾ ചേച്ചിയെ കൊണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിച്ചു കഴിഞ്ഞാൽ പോവാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ചേച്ചിയാണ് ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ അടുത്തത് മസാല, മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. അതിനുശേഷം മുളക് പൊടി, അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇടണം കേട്ടോ. ഇപ്പോൾ ചേച്ചി ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഗരം മസാലപ്പൊടിയാണ് ഇടുന്നത്. അതും കുറച്ചിടുക, അത് നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് ഇടണം. അരസ്പൂൺ കേട്ടോ മുളക് പൊടി. ഒരു സ്പൂൺ ഇട്ടപ്പോൾ ഇത് അരസ്പൂൺ ഇട്ടിട്ടുള്ളൂ ഗരം മസാല. അപ്പോൾ ഇതിട്ടിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇത് അപ്പോൾ ഇതിപ്പോൾ ഒന്ന് ആ പച്ചമണമില്ലേ, മസാലകളുടെ പച്ചമണം മാറണ വരെ നമ്മളിത് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വഴറ്റി കൊടുക്കണേ. അപ്പോൾ ഇതൊരു വലിയ കുക്കർ എടുക്കണം, എന്നാലേ നമുക്ക് റൈസും മൂങ് ദാലും എല്ലാം കുക്കാക്കണമല്ലോ ഇതിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക. അപ്പോൾ അത് ഏകദേശം നമുക്കൊരു 1.5 സ്പൂണ് ഉപ്പിടാം. ഞാൻ എൻ്റെ കൈ തട്ടുണ്ട് ഇവിടെ, അതാണ് ക്യാമറ ഇളകണേ കേട്ടോ. അപ്പോൾ ഒരു 1.5 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് 2 തരത്തിൽ കുക്ക് ചെയ്യാം. ചിലവർക്ക് ഇങ്ങനെ ഒന്ന് തൊടാതെ റൈസ് ഉണ്ടാക്കണം, വെറുന്ന്. ചിലവർക്ക് കുഴഞ്ഞിരിക്കണം. അപ്പോൾ അത് ഇപ്പം റൈസ് നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പം 2 ഇട്ടിട്ടുണ്ട് കേട്ടോ. ബിരിയാണി റൈസും ഇട്ടിട്ടുണ്ട്, ചെറുപയർ പരിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട്
നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്യണം. അല്ലെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ ഇത് കുഴഞ്ഞിരിക്കും. കണ്ടില്ലേ, ഇതാണ് രണ്ടും ഇട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ 1/2 ഗ്ലാസ് മൂങ് ദാൽ ചെറുപയർ പരിപ്പിടണം കേട്ടോ. കണ്ടില്ലേ, ഇപ്പൊ സിമ്മിലാണ് ഗ്യാസ് ഇത് വെച്ചേക്കണത്. നമ്മൾ അരിയും പരിപ്പും ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെജിറ്റബിൾസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ടി വരില്ല. ഇത് തുറന്ന ഈ പറയുന്ന പോലെ കിച്ചടി ഉണ്ടാവും. എന്താ പറയുക, കുക്കായിട്ട് വരും, റെഡിയാവും. ഇനി വെള്ളം ചേർക്കണം. ഇപ്പോൾ നമുക്ക് ആവശ്യം, ഞങ്ങളൊരു 4-5 പേരുണ്ട് ഇവിടെ. അപ്പോൾ അതിനുള്ള പ്രപ്പോർഷനാണ് നമ്മൾ എടുത്തേക്കണേ. അരി ഒരു 3 ഗ്ലാസോളം അരി എടുത്തിട്ടുണ്ട്. ഒരു 1.5 ഗ്ലാസോളം മൂങ് ദാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ചെറിയ കപ്പാണ്, അതിനാണ് ഞാൻ എടുത്തേക്കണത്. എന്നിട്ട് ഇനി ഇതിൽ വെള്ളം ഒഴിക്കണം. ഓക്കെ, ഇപ്പൊ ചേച്ചി വെള്ളം ഒഴിച്ചു. അതായത് ഇപ്പൊ നമ്മൾ 3 ഗ്ലാസ് ആണ് നമ്മൾ റൈസ് എടുത്തേക്കണത്. പിന്നെ നമ്മൾ 1.5 ഗ്ലാസ് ആണ് മൂങ് ദാൽ എടുത്തേക്കണത്, അതായത് ചെറുപയർ പരിപ്പ്. അപ്പൊ നമ്മൾ ഇരട്ടി വെള്ളം. അപ്പൊ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളവും 1.5 ഗ്ലാസ് ഇതിന് 3 ഗ്ലാസ് വെള്ളം. അപ്പൊ 9 ഗ്ലാസ് ആണ് കേട്ടോ ടോട്ടൽ വെള്ളം എടുത്തേക്കണത്. കണ്ടില്ലേ, ഈ ഇരട്ടി വെള്ളം. എന്നിട്ട് ഇത് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മളിടാൻ. അപ്പൊ ഉപ്പ് പോരാ, കുറച്ചും കൂടി ഉപ്പിടാം കേട്ടോ. ഒരു 5 പേര് 6 പേർക്കുള്ള ഈ ഇതുണ്ടാവും. ഇതൊരു മഹാരാഷ്ട്രീയൻ പ്രിപ്പറേഷൻ ആണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇതൊന്ന് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടാക്കാലോ അപ്പോൾ അറിയില്ലാത്തവർക്ക്. എന്നിട്ട് നമ്മളിത് അടച്ചു വെക്കുക. ഇപ്പൊ ഇതാ കണ്ടില്ലേ, എല്ലാം കൂടി ഒരുമിച്ചിട്ടേക്കാണ്. ഇനി നമുക്കിത് കുക്കറിന്റെ ലിഡ് വെച്ച് അടച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ കറക്റ്റ് നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ എത്ര വിസിലാണ് എന്നൊക്കെ. അപ്പൊ കണ്ടില്ലേ, ലിഡ് വെച്ചിട്ടൊന്ന് അടയ്ക്കുകയാണേ. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മളിതാ ലിഡ് വെച്ച് അടച്ചു. അതിനുശേഷം വെയിറ്റ് ഇട്ടു കേട്ടോ കുക്കറിന്റെ. അപ്പൊ നമുക്കൊരു വിസില് വെക്കാം. ഓക്കെ, അപ്പൊ ഇതാ കുക്കറിന്റെ വെയിറ്റ് മാറ്റിട്ടോ. അപ്പൊ കുക്കറിൽ ഇതാ എല്ലാം കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കുക്കായിട്ട്. അപ്പൊ ഇനി കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. ഇതേ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നാലല്ലേ മുകളിലത്തെയും താഴത്തെയും എല്ലാം കൂടി ഒന്ന് മിക്സപ്പ് ആക്കിയ ശേഷം ഇനി ചെയ്യാനുള്ളത്, അപ്പൊ നമുക്ക് കറികളൊന്നും വേണ്ട, ഓൾറെഡി മസാലയൊക്കെ ഇട്ടതുകൊണ്ട് ഇതാ ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി അതിന്റെ മുകളിലിടുക. കണ്ടില്ലേ, അതിനുശേഷം പിന്നെ കുറച്ച് മല്ലിയില. ഇത് മല്ലിയിലയും കൂടി തൂവിക്കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ നമ്മുടെ ഈ പരിപാടി, കുക്കിംഗ് പരിപാടി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്തൊരു റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.